നമ്മൾ പോണതാണ് ഹെലികോപ്റ്റർ ടൂറിന്. അതെ, ഇവിടെ അടുത്ത് തന്നെ ടൂർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ പോകാൻ പോവാ ഇപ്പം. ഇത് നമ്മുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഹെലികോപ്റ്ററിൽ. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെ, അപ്പോൾ നമുക്ക് വേഗം പോവാം. അടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ വിൻഡോന്ന് ഷൂട്ട് ചെയ്തതാണ് ഈ ഹെലികോപ്റ്റർ ഷോട്ട്. അത്ര അടുത്തായിരുന്നു ഇത്. അപ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടിയത് നമുക്കൊരു ഹെലികോപ്റ്റർ റൈഡിന് പോകാമെന്ന്. അങ്ങനെയാണ് നമ്മളിത് ഇവിടെ എത്തിയിരിക്കുന്നു, ഒർലാൻഡോ ഹെലി ടൂർസ്. കുറേ ഹെലികോപ്റ്റേഴ്സ് ടു ആൻഡ് ഫ്രോം മുകളിൽ പറക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വേഗം ഉള്ളിൽ കയറിയിട്ട് ഇതിൻ്റെ പ്രോസസ്സ് ഒന്ന് മനസ്സിലാക്കാൻ നോക്കി. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യണ പാക്കേജിനനുസരിച്ചാണ് ടൈം ഡ്യൂറേഷനൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ മാക്സിമം 20 മിനിറ്റ്സ് വരെയാണ് ഡ്യൂറേഷൻ ഉള്ളത്. സ്റ്റാർട്ട് ഫ്രം 5 മിനിറ്റ്സ് ടു 20 മിനിറ്റ്സ് മാക്സ്. അപ്പോൾ നമ്മൾ ഒട്ടും കൂട്ടിയുമില്ല ഒട്ടും കുറച്ചുമില്ല, നമ്മളൊരു 15 മിനിറ്റ്സിൻ്റെ ഉള്ളിലുള്ള റൈഡാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പേ ചെയ്തു ആൻഡ് നമ്മൾ നടന്നപ്പോഴാണ് ഇവിടെ ഞാൻ ഈ സ്മൂതി ബാർ കണ്ടത്. അതെന്തിനാണെന്നെങ്കിൽ മനസ്സിലായില്ല. പിന്നെ പുറത്തിറങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് ഇവിടെയും വെയിറ്റിംഗ് ഉണ്ട്. വെറുതെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് റിഫ്രഷ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് അവർ സെറ്റപ്പ് ചെയ്തതായിരിക്കും. നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. നമ്മൾ വെയിറ്റിങ്ങിലാണ്, ഇവർക്ക് വെയിറ്റ് ചെയ്യണേ. പിന്നെ ഹെലികോപ്റ്റർ വരുമ്പോൾ നമുക്ക് അത് കയറിയിട്ട് അപ്പോൾ ഈ ഹെലികോപ്റ്ററിൽ കയറുന്ന മുന്നേ തന്നെ അവർ കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും, ഡൂസ് ആൻഡ് ഡോൺസിൻ്റെ. ലൈക്ക് നമ്മൾ ഫോണൊന്നും പുറത്തെടുക്കാൻ പാടില്ല ഹെലിപാഡിലേക്ക് നടക്കുമ്പോൾ, ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ്. പിന്നെ ഫോട്ടോ അവർ തന്നെ എടുക്കും. അവരുടെ തന്നെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, അവർ മൾട്ടിപ്പിൾ ആംഗിൾസിൽ നിന്ന് ഫോട്ടോ എടുത്തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഫോണിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര ഫോട്ടോസും വീഡിയോസും വേണമെങ്കിൽ എടുക്കാം, അതിലൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. പിന്നെ തിരിച്ച് ലാൻഡ് ആയതിന് ശേഷം ഫോൺസ് ബാക്ക് ടു പോക്കറ്റ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹെലികോപ്റ്ററിന് എത്ര ക്ലോസ് ആയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഈ റോക്കിംഗ് ചെയറിൽ കുറച്ച് നേരം റോക്ക് ചെയ്തിട്ടിരുന്നു. അപ്പോഴേക്കും എന്താ പോയ ഹെലികോപ്റ്റർ തിരിച്ചു വന്നു. അങ്ങനെ റോക്കിംഗ് ചെയറിലത്തെ റോക്കിംഗ് എല്ലാം നിർത്തി നെക്സ്റ്റ് നമ്മുടെ ടേൺ ആണെന്ന് വിചാരിച്ച് നമ്മൾ നടന്നു. പക്ഷേ ഹെലികോപ്റ്റർ വന്ന ഹെലികോപ്റ്ററിൽ ഇപ്പോൾ ഫ്യൂവൽ നിറയ്ക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പോവാം. അതെ, അങ്ങനെ നമ്മുടെ ഹെലികോപ്റ്റർ യാത്ര ഇവിടെ തുടങ്ങി. ഫോട്ടോസൊക്കെ അവർ എടുത്തു കേട്ടോ, പറഞ്ഞ പോലെ തന്നെ. അത് ഈ ക്ലിപ്സ് കഴിഞ്ഞിട്ട് ഇടാം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പ്. കുറേ സ്പോട്ട്സൊക്കെ അവർ കാണിച്ചു തന്നു. മീൻസ് ഇവിടെ മെയിൻ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള സ്പോട്ട്സ്. പിന്നെ നമ്മൾ എത്ര ദിവസം കണ്ടിന്യൂസ് നടന്ന സ്ഥലമല്ലേ യൂണിവേഴ്സൽ സ്റ്റേഡിയം. അതെ, അതാണ് ഇത്. അവിടുത്തെ റൈഡ്സും അതൊക്കെ കാണുന്നില്ലേ, അതൊക്കെ കാണിച്ചു. അങ്ങനെ ഒരു ഫുൾ ഫൺ ഫിൽഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. 15 മിനിറ്റ്സ് എങ്ങനെയാണ് പോയെന്ന് അറിഞ്ഞില്ല. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഹെലികോപ്റ്റർ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുന്നു. അതെ, എല്ലാം കണ്ട്. എപ്പോഴും മുകളിൽ പറക്കണ കണ്ടിട്ടുള്ള ഹെലികോപ്റ്റർ ഫസ്റ്റ് ടൈം ആണ് കയറി. അതെ, അങ്ങനെ എൻ്റെ കൈൻ്റെ പവർ യൂസ് ചെയ്തിട്ട് ഈ ഹെലികോപ്റ്ററിനെ പറത്തി വിട്ടതിന് ശേഷം നമ്മളുടെ ഫോട്ടോസ് നോക്കാൻ പോയി. ഇവരെടുത്ത ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു. നമുക്ക് എന്തായാലും ഫോട്ടോസ് എടുക്കണമായിരുന്നു. അപ്പോൾ ഇവരുടെ ഡിജിറ്റൽ കോപ്പി നമ്മൾ മേടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് അവരെടുത്ത് തന്ന ഫോട്ടോസ്. മൾട്ടിപ്പിൾ ആംഗിൾസിൽ കുറേ അധികം ഫോട്ടോസ് എടുത്ത് തന്നിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം ഇവരുടെ കയ്യിൽ എന്തെങ്കിലും സോവിനിയർ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇവരുടെ കയ്യിൽ ജസ്റ്റ് ഈ ടീഷർട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഹെലികോപ്റ്റർ അഡ്വെഞ്ചർ കഴിഞ്ഞിട്ട് ഇറങ്ങി. താങ്ക് യു. എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഹെലികോപ്റ്റർ റൈഡ് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടിയും ഫസ്റ്റ് ഈ ഡേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ബ്രേക്ക് എടുത്തതിന് ശേഷം ഈ ഇൻഡോർ കാർട്ടിങ്സ് ആൻഡ് ഗെയിംസിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് ഇനി ഉള്ളിൽ പോയി നോക്കാം. ഇവിടെ എന്തോ ഇൻഡോർ ഗെയിംസും കാർട്ടിങ് അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. പോയിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം പോണ്. അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല, പോയി നോക്കിയിട്ട് വരാം. ഈ പ്ലേസ് കാർട്ടിങ്ങിനാണ് കുറച്ച് കൂടുതൽ ഫേമസ്. അതുകൊണ്ട് ഈ ഫോർമുല കാർസ് പുറത്ത് തന്നെ ഡിസ്പ്ലേക്കും വെച്ചിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ നമുക്കും ഒന്ന് കാർട്ടിങ് ട്രൈ ചെയ്താലോ എന്ന് തോന്നി. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയതിന് ശേഷം ആദ്യം തന്നെ കാർട്ടിങ്ങിൽ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാർട്ടിങ് നടക്കുന്ന പ്ലേസും അവിടുത്തെ ട്രാക്സൊക്കെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പോയി നോക്കി. അങ്ങനെ മനസ്സിലാക്കാമല്ലോ ടിക്കറ്റ് മേടിക്കണോ വേണ്ടേന്ന്.
ഇത് കണ്ടപ്പോൾ കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. കുറച്ച് സ്പീഡ് കൂടുതലാണ്, പക്ഷെ എന്നാലും മാനേജബിൾ ആവും എന്നൊരു ഫീലിംഗ് വന്നുകൊണ്ട് നമ്മൾ പിന്നെ ടിക്കറ്റ് വാങ്ങാനായിട്ട് പോയി. അപ്പോൾ ഇതിനും ടൈം സ്ലോട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ 1 hour കഴിഞ്ഞിട്ടുള്ള ടൈം സ്ലോട്ടായിരുന്നു. ഈ 1 hour എന്താ ചെയ്യേണ്ടതെന്ന് അധികം ആലോചിച്ച് നിൽക്കേണ്ട വന്നില്ല, കാരണം അപ്പുറത്ത് തന്നെ ബോളിംഗ് ഉണ്ടായിരുന്നു. ഈ ബോളിംഗും നമ്മൾ കുറേ പ്രാവശ്യം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ ടിക്കറ്റ് മേടിച്ച് നമ്മൾ ബോളിംഗിലേക്ക് കടന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാം ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഡേ എന്ന് പറയാം. നമുക്ക് കിട്ടിയ ലെയിൻ 9 ആയിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഗെയിം വേഗം സെലക്ട് ചെയ്തു, കാരണം നമുക്ക് അധികം സമയമില്ല. 1 hourനുള്ളിൽ നമുക്കിത് ഫിനിഷ് ചെയ്തിട്ട് വേണം കാർട്ടിങ്ങിന് പോകാൻ. അങ്ങനെ മംഗളകരമായ ജുജു തന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. എന്ത് തന്നെ ചെയ്താലും ഞാൻ എൻ്റെ സ്ഥലത്ത് നിന്ന് അനങ്ങില്ല എന്ന് പറയുന്ന ഒരു പിന്നായിരുന്നു അത്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ എൻ്റെ സ്കിൽസ് കാണിക്കാമെന്ന് വിചാരിച്ച് കളത്തിലിറങ്ങി. ഇത് കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഭയങ്കര പ്രോ ആണ്, പക്ഷെ ഞാൻ പ്രോ എന്നല്ല, നമ്മൾ ഫ്ലൂക്ക് എന്ന് പറയില്ലേ, അതായിരുന്നു ഇത്. അങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ റൗണ്ട്സ് കളിച്ചു. എന്തായാലും ഒരു പിന്നിനെ പോലും ഞാൻ നിർത്തില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയമായിരുന്നു ജുജുവിൻ്റെ. അങ്ങനെ ഫൈനലി എല്ലാത്തിനും വീഴ്ത്തി വിന്നറായിരിക്കുന്നു. ഇതോടെ നമ്മുടെ ബോളിംഗ് നിർത്തി കാർട്ടിങ്ങിന് പോകേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം തന്നെ കാർട്ടിങ്ങിലേക്ക് നടന്നു. നമ്മൾ നേരത്തെ മേടിച്ച ടിക്കറ്റ് ഒന്ന് സ്കാൻ ചെയ്തു. പിന്നെ നമ്മൾ ഈ കാർട്ടിങ് റേസിലേക്ക് നടക്കുകയാണ്. ഈ റേസിങ്ങിന് പോകാമെന്ന് പറഞ്ഞതിൽ കുറച്ച് കോൺഫിഡൻസ് ഇല്ലായ്മ കണ്ടത്, കാരണം അവിടെ എത്താറായപ്പോൾ എൻ്റെ നെഞ്ഞ് പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. എനിക്ക് കുറച്ച് പേടി വന്നു, കാരണം ഞാൻ ബമ്പിങ് കാർസൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇൻഡിവിജ്വൽ കാറിൽ ഇരുന്നിട്ട് അത് എത്ര സ്പീഡിൽ ഓടിക്കാമെന്ന് പറയുമ്പോൾ കുറച്ച് ഒരു പേടി പോലെ തോന്നി. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. ഇത് പിന്നെ ഈ അക്കരെ പടത്തിൽ കിരീടം തലയിൽ വെച്ച് നടക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. അങ്ങനെ നെക്സ്റ്റ് നമ്മുടെ ടേൺ എത്തിയിരിക്കുന്നു. അങ്ങനെ വണ്ടിയെ കയറി ഇരുന്നിട്ട് ഇതിൻ്റെ ഓപ്പറേഷൻസ് ഒന്ന് മനസ്സിലാക്കാൻ നോക്കി. റൈറ്റ് മീൻസ് ആക്സിലേറ്റർ, ലെഫ്റ്റ് ബ്രേക്ക്, അത്രയേ ഉള്ളൂ. സിമ്പിൾ എന്ന് വിചാരിച്ച് പോയെങ്കിലും എനിക്ക് അവിടെ എത്തിയപ്പോൾ ക്ലച്ച് എവിടെ ബ്രേക്ക് എവിടെ എന്നായിപ്പോയിരുന്നു കേട്ടോ. വണ്ടി ഓടിച്ച് കഴിഞ്ഞു. ഭയങ്കര ഫാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. റിവേഴ്സ് ഒക്കെ ഉണ്ട് വന്നു കുറച്ച്. അത്ര ഈസി അല്ല, ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. അങ്ങനെ ആ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് കഴിഞ്ഞ് വേറെ കുറച്ച് ഗെയിംസ് കളിച്ചതിന് ശേഷം നമ്മുടെ ഇന്നത്തെ അഡ്വെഞ്ചർ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ഡേ ഭയങ്കര അധികം എക്സൈറ്റിംഗ് ആയിരുന്നു. ഹെലികോപ്റ്റർ റൈഡും പിന്നെ ഈ കാർ റേസും ബോളിംഗ് ഒക്കെ ഭയങ്കര ഫണ്ണാണ്. ഇന്ന് ഒരു വെയിറ്റിംഗ് ഉണ്ടായില്ല അധികം, യൂണിവേഴ്സലത്തെ പോലെ അല്ലേ. 30 മിനിറ്റ് മാത്രമേ അപ്പോൾ അത്രയുള്ളൂ ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വീണ്ടും നാളെ വേറെ അഡ്വെഞ്ചറായിട്ട് വരാം. ഇതുവരെയും സൈനിങ് ഓഫ്.